നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വൻ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT കമ്പനിയെ കേന്ദ്രീകരിച്ചു തുടങ്ങിയ അന്വേഷണം അവരുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിലേക്കും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും നേരിട്ടെത്തുന്നതായാണ് സൂചന. ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ടുകളും ആസ്തി വിവരങ്ങളും ED അതീവ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതിനിടെ പ്രതിമാസപ്പടി ഇടപാടുകളിലെ പൊരുത്തക്കേടുകളിൽ കൂടുതൽ വ്യക്തത തേടി വീണ വിജയനെ ED വീണ്ടും ചോദ്യം ചെയ്തേക്കും. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മുൻപ് 2 തവണ ചോദ്യം ചെയ്തപ്പോഴും വീണ നൽകിയ മൊഴികളിൽ കടുത്ത പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളുടെയും അടിസ്ഥാനത്തിലാകും ഇന്നത്തെ ചോദ്യം ചെയ്യൽ. സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL നിന്നും എക്സാലോജിക്കിനും വീണ വിജയനും ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്നാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി റിയാസിന്റെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ സാമ്പത്തിക സ്രോതസ്സുകളും തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ച സ്വത്ത് വിവരങ്ങളും തമ്മിൽ ഒത്തുനോക്കുന്ന നടപടികൾ ആരംഭിച്ചതായാണ് വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ കുടുംബ വീട് കേന്ദ്രീകരിച്ച് ED ഉദ്യോഗസ്ഥർ പ്രാഥമിക വിവരശേഖരണം നടത്തിയിരുന്നു. വിവാഹത്തിന് ശേഷമുള്ള ബാങ്ക് ഇടപാടുകളിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ എന്നും വീണ വിജയന്റെ സാമ്പത്തിക കൈമാറ്റങ്ങളിൽ ഭർത്താവ് എന്ന നിലയിൽ റിയാസിന് പങ്കുണ്ടോ എന്നുമാണ് കേന്ദ്ര ഏജൻസി പരിശോധിക്കുന്നത്. എക്സാലോജിക് കേസിലെ സാമ്പത്തിക ഇടപാടുകളുടെ അന്തിമ ഗുണഭോക്താവ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന നിഗമനത്തിലാണ് ED എത്തി നിൽക്കുന്നത്. CMRL കമ്പനി യാതൊരു സേവനവും ലഭ്യമാക്കാതെ വീണയുടെ കമ്പനിക്ക് കോടികൾ മാസപ്പടിയായി നൽകിയത് വെറുമൊരു വാണിജ്യ ഇടപാടല്ലെന്നാണ് കണ്ടെത്തൽ. മുൻപ് ഭരണത്തിലിരുന്നു കൊണ്ട് പിണറായി വിജയൻ CMRL കമ്പനിക്ക് ചെയ്തു നൽകിയ വഴിവിട്ട സഹായങ്ങൾക്കും അഴിമതികൾക്കും പകരമായി നൽകിയ പ്രത്യുപകാരമായാണ് ഈ പണമെന്നാണ് EDയുടെ നിഗമനം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട അനുമതികൾ വേഗത്തിലാക്കാനും റവന്യൂ വകുപ്പിന്റെ പ്രത്യേക ഇളവുകൾ ലഭ്യമാക്കാനും അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിന്റെ തെളിവുകൾ ED ശേഖരിച്ചിട്ടുണ്ട്. അഴിമതി പണം മറച്ചുവെക്കാൻ മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് കൺസൾട്ടൻസി ഫീസ് എന്ന വ്യാജേന എത്തിക്കുകയായിരുന്നുവെന്നാണ് EDയുടെ വാദം. കഴിഞ്ഞ തവണ ചോദ്യം ചെയ്തപ്പോൾ കമ്പനികൾ തമ്മിലുള്ള കൃത്യമായ കരാറുകളുടെയോ നൽകിയ IT സേവനങ്ങളുടെയോ ഒറിജിനൽ രേഖകൾ ഹാജരാക്കാൻ വീണ വിജയന് സാധിച്ചിരുന്നില്ലെന്നാണ് സൂചന. CMRL ഉദ്യോഗസ്ഥരുടെ മൊഴികളും വീണയുടെ വാദങ്ങളും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് 3ാം വട്ടവും ഹാജരാകാൻ ED നിർദ്ദേശിച്ചത്. ഹാജരാകുമ്പോൾ കൂടുതൽ ബാങ്ക് രേഖകളും എക്സാലോജിക്കിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുകളും സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായി സഹകരിച്ചില്ലെങ്കിൽ കടുത്ത നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് EDയുടെ നീക്കം. എന്തായാലും EDയുടെ അന്വേഷണം തുടരുകയാണ്. വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു വരുത്തും. ഈ ഘട്ടത്തിലാണ് പിണറായി വിജയനിലേക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിലേക്കും അന്വേഷണം നീളുന്നത്.